ലൂയി കരോളിൻ്റെ ആലീസ് ഇൻ വണ്ടർലാൻഡ്, അതായത് ആലീസിൻ്റെ അത്ഭുത ലോകം ഇന്ന് തുടങ്ങുകയാണ്. ഭാഗം 1. ചേച്ചിയുടെ ഒപ്പം പുഴക്കരയിൽ വെറുതെ ഇരിക്കുകയായിരുന്ന ആലീസിന് വല്ലാത്ത മടുപ്പ് തോന്നി. ചേച്ചി വായിച്ചുകൊണ്ടിരുന്ന പുസ്തകത്തിലേക്ക് അവൾ 1-2 തവണ തല നീട്ടി നോക്കി. അതിൽ ചിത്രങ്ങളുമില്ല, സംഭാഷണങ്ങളുമില്ല. ചിത്രങ്ങളും സംഭാഷണങ്ങളും ഇല്ലാത്ത പുസ്തകം ആർക്ക് വേണം? ആലീസ് മനസ്സിൽ കരുതി. വളരെ ചൂടുള്ള ഒരു പകലായിരുന്നു അത്. വല്ലാത്ത ക്ഷീണം കാരണം ആലീസിന് ഉറക്കം വന്നു. പെട്ടെന്നാണ് അവൾ ഇളം ചുവപ്പ് നിറമുള്ള കണ്ണുകളുള്ള ഒരു വെള്ള മുയൽ അവൾക്കരികിലൂടെ ഓടുന്നത് കണ്ടത്. അത് ഒരു പുറങ്കുപ്പായവും ധരിച്ചിരുന്നു. കുപ്പായത്തിൻ്റെ കീശയിൽ നിന്ന് വാച്ചെടുത്ത് നോക്കിയിട്ട് മുയൽ സ്വയം പറഞ്ഞു, ഹോ, വൈകിപ്പോയല്ലോ. എന്നിട്ട് കൂടുതൽ വേഗത്തിൽ പാഞ്ഞു. അത് കണ്ട് അത്ഭുതപ്പെട്ടു പോയ ആലീസ് ഞെട്ടി എഴുന്നേറ്റു. മുയലുകൾ കുപ്പായം ധരിക്കുന്നതും കീശയിൽ നിന്ന് വാച്ചെടുത്ത് സമയം നോക്കുന്നതും അതിനു മുമ്പ് അവൾ കണ്ടിട്ടില്ല. ജിജ്ഞാസ അടക്കാനാവാതെ അവളും അതിനു പിറകെ ഓടി. എങ്കിലും കയ്യാലയ്ക്ക് കീഴിലുള്ള ഒരു മാളത്തിലേക്ക് മുയൽ നുഴഞ്ഞു കയറുന്നത് കാണാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. അടുത്ത നിമിഷം മുയലിൻ്റെ പിന്നാലെ ആലീസും മാളത്തിലേക്ക് ഇറങ്ങി. പുറത്തേക്ക് തിരികെ വരുന്നത് എങ്ങനെയാണെന്നൊന്നും അപ്പോൾ അവൾ ആലോചിച്ചില്ല. മുയൽ മാളം തുരങ്കം പോലെ കുറേ ദൂരം നീണ്ടു കിടന്നിരുന്നു. പിന്നീട് കുത്തനെ ഒരു കുഴിയാണ്. ഓട്ടത്തിൻ്റെ വേഗത കുറയ്ക്കാതെ വന്ന ആലീസ് വിചാരിക്കാതെ ആഴമുള്ള ആ കുഴിയിലേക്ക് വീണുപോയി. ഒന്നുകിൽ ആ കുഴി വളരെ ആഴമുള്ളതാണ്, അല്ലെങ്കിൽ അവൾ വളരെ സാവധാനമായിരിക്കണം വീണത്. അതെന്തായാലും ആ പോക്കിൽ ചുറ്റുപാടും നന്നായി നോക്കിക്കാണുന്നതിനുള്ള സമയം അവൾക്ക് ലഭിച്ചു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൾ അത്ഭുതപ്പെട്ടു. ആദ്യം താഴേക്ക് നോക്കി, എവിടേക്കാണ് പോകുന്നതെന്നറിയാൻ. പക്ഷേ ഒന്നും കാണാൻ പറ്റിയില്ല. കൂരാക്കൂരിരുട്ടായിരുന്നു അവിടെ മുഴുവൻ. പിന്നെ അവൾ കുഴിയുടെ വശങ്ങളിലേക്ക് നോക്കി. അവിടെയെല്ലാം അലമാരകളും പുസ്തക ഷെൽഫുകളും നിറഞ്ഞിരിക്കുന്നു. ഭൂപടങ്ങളും ചിത്രങ്ങളും അവിടെ ഇവിടെ ആണികളിൽ തൂക്കിയിട്ടിട്ടുമുണ്ട്. കടന്നു പോകുമ്പോൾ ഷെൽഫിൽ നിന്ന് ഒരു ഭരണി അവൾ എടുത്തു. അതിൻ്റെ പുറത്ത് ഓറഞ്ച് നീര് എന്നെഴുതിയിരുന്നു. പക്ഷേ അത് ശൂന്യമായിരുന്നു. അത് താഴെയിടാൻ അവൾ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവൾ വീഴുന്നതിനിടയിൽ അത് മറ്റൊരു അലമാരയിലേക്ക് വെച്ചു. താഴേക്ക്, 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 വീണ്ടും താഴേക്ക്. താഴേക്ക് വീഴുമ്പോൾ മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ സ്വയം സംസാരിക്കാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ കരികിലകളുടെയും ചുള്ളിക്കമ്പുകളുടെയും കൂനയ്ക്ക് മുകളിൽ അവൾ വന്നിറങ്ങി. വീഴ്ച അവിടെ അവസാനിച്ചു. പക്ഷേ അവൾക്കൊന്നും പറ്റിയില്ല. അടുത്ത നിമിഷം അവൾ ചാടി എഴുന്നേറ്റു. മുകളിൽ നോക്കിയപ്പോൾ ആകെ കൂരാക്കൂരിരുട്ട്. മുന്നിലെ നീണ്ട ഇടനാഴിയിലൂടെ വെള്ളമുയൽ അപ്പോഴും ഓടുന്നത് അവൾ കണ്ടു. ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താനായില്ല. അതുകൊണ്ട് ആലീസ് അതിൻ്റെ പിറകെ കാറ്റുപോലെ പാഞ്ഞു. വളവ് തിരിഞ്ഞപ്പോൾ തൊട്ടു മുമ്പിലുണ്ടായിരുന്ന മുയലിനെ കാണാനില്ല. ഒരു വലിയ ഹാളിലാണ് ആ ഓട്ടം അവളെ എത്തിച്ചത്. മച്ചിൽ നിന്നും തൂക്കിയിട്ട ഒരു നിര വിളക്കുകളാൽ അവിടം പ്രകാശപൂർണമായിരുന്നു. ഹാളിലെ 4 വശത്തും വാതിലുകളുണ്ട്. പക്ഷെ എല്ലാം പൂട്ടിയിരിക്കുകയാണ്. ഓരോ വാതിലിനടുത്തും ചെന്ന് തുറക്കാൻ ശ്രമിച്ചിട്ട് അവസാനം അവൾ ദുഃഖത്തോടെ മുറിയുടെ നടുക്ക് വന്നിരുന്നു. എങ്ങനെ പുറത്തു കിടക്കുമെന്നോർത്തവൾ വ്യാകുലപ്പെട്ടു. പെട്ടെന്നാണ് അവൾ കട്ടിക്കണ്ണാടി കൊണ്ടുണ്ടാക്കിയ ഒരു മുക്കാലൻ മേശ കണ്ടത്. അതിൻ്റെ പുറത്ത് ഒരു സ്വർണ്ണ താക്കോലും ഉണ്ടായിരുന്നു. അവൾ ആ താക്കോൽ ഓരോ പൂട്ടിലും ഇട്ട് തുറക്കാൻ നോക്കി. പക്ഷേ എന്തു ചെയ്യാം? ഒന്നുകിൽ പൂട്ട് വലുത്, അല്ലെങ്കിൽ താക്കോൽ തീരെ ചെറുത്. തുറക്കാനേ പറ്റുന്നില്ല. ഒരിക്കൽ കൂടി ചുറ്റും നോക്കിയപ്പോൾ അവൾ അതുവരെ കാണാത്ത ഒരു തിരശ്ശീലയും അതിന് പുറകിലായി 15 ഇഞ്ച് ഉയരമുള്ള ഒരു ചെറിയ വാതിലും കണ്ടു. സ്വർണ്ണ താക്കോൽ ആ പൂട്ടിൽ ചേർത്ത് നോക്കി. ആഹാ, അത് ആ പൂട്ടിന് ചേരുന്നതായിരുന്നു. ആലീസ് വാതിൽ തുറന്നു. ഒരു എലിമാളത്തേക്കാൾ അത്ര വലുതൊന്നുമല്ലാത്ത ഇടനാഴിയിലേക്കായിരുന്നു ആ വാതിൽ. മുട്ടുകുത്തി നിന്ന് നോക്കിയപ്പോൾ അതിമനോഹരമായ ഒരു പൂന്തോട്ടമാണ് അവൾ കണ്ടത്. നല്ല നിറമുള്ള പൂക്കൾ നിറഞ്ഞ ആ തോട്ടത്തിലൂടെ ചുറ്റി നടക്കാൻ ആലീസിന് കൊതി തോന്നി. പക്ഷേ എന്തിനേറെ പറയുന്നു, ആ വാതിൽ കൂടി അവൾക്ക് തല പോലും കടത്താനായില്ല. ആ വാതിൽക്കൽ കാത്തിരിക്കുന്നതിൽ യാതൊരു ഫലവുമില്ല എന്ന് ആലീസിന് മനസ്സിലായി. അതുകൊണ്ടവൾ മേശക്കരികിലേക്ക് തന്നെ തിരികെ പോയി. ഈ പ്രാവശ്യം മേശപ്പുറത്ത് അവൾ ഒരു ചെറിയ കുപ്പി കണ്ടു. കുപ്പിയുടെ കഴുത്തിനു ചുറ്റും ഒരു ലേബലുണ്ടായിരുന്നു. അതിൽ വലിയ അക്ഷരത്തിൽ
എന്നെ കുടിച്ചോളൂ എന്ന് ഭംഗിയായി അച്ചടിച്ചിരുന്നു. എന്നെ കുടിച്ചോളൂ എന്ന് പറയുന്നതൊക്കെ ശരി തന്നെ, പക്ഷേ അത്ര വേഗത്തിൽ അത് ചെയ്യാൻ തക്കവണ്ണം ആലീസ് അത്ര ബുദ്ധിയില്ലാത്തവളല്ല. അതിൽ വിഷമെന്ന് എഴുതിയിട്ടുണ്ടോ എന്നവൾ കൂലങ്കഷമായി പരിശോധിച്ചു. ഇല്ല, അതുകൊണ്ട് തന്നെ അവൾ അത് മുഴുവനും കുടിച്ചു തീർത്തു. ഉടനെ തന്നെ അവൾ വളരെ ചെറുതായി, ഒരു 10 ഇഞ്ചായി അവൾ ചുരുങ്ങി. ആ കൊച്ചു വാതിലിലൂടെ അപ്പുറത്തെ അതിമനോഹരമായ പൂന്തോട്ടത്തിലേക്ക് കടക്കാൻ കഴിയുമല്ലോ എന്നോർത്തപ്പോൾ അവളുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. താക്കോലിനായി അവൾ തിരിഞ്ഞു നടന്നു. അത്രയും ചെറുതായി പോയതുകൊണ്ട് താക്കോലെടുക്കാൻ അവൾക്കായില്ല. അതുകൊണ്ടവൾ നിലത്തിരുന്ന് കരയാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ മേശയ്ക്കിടയിൽ ഒരു ചെറിയ കണ്ണാടിപ്പെട്ടി ഇരിക്കുന്നതവൾ കണ്ടു. അതിൽ എന്നെ തിന്നു എന്നെഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നവൾ അല്പം തിന്നു. ഒരു മാറ്റവുമില്ല. അതുകൊണ്ടവൾ അത് മുഴുവൻ തിന്നു തീർത്തു. അത്ഭുതം, അവൾ വളരാൻ തുടങ്ങി. അവൾ കണ്ടിട്ടുള്ള ആരെക്കാളും അവൾക്ക് വലിപ്പം വച്ചു. മേശയിൽ നിന്ന് ചെറിയ സ്വർണ്ണത്താക്കോൽ കയ്യിലെടുത്തുകൊണ്ട് ആലീസ് വാതിക്കലേക്ക് നീങ്ങി. പാവം ആലീസ്, വലിപ്പം കൂടുതലായതുകൊണ്ട് അവൾക്ക് കടക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും അവൾ നിലത്തിരുന്ന് കരയാൻ തുടങ്ങി. കരഞ്ഞ് കരഞ്ഞ് അവൾക്ക് ചുറ്റും 4 ഇഞ്ച് ഉയരത്തിൽ കണ്ണുനീർ തളം കെട്ടി. അവൾ ആ കണ്ണുനീർ കുളത്തിലായി. അല്പം കഴിഞ്ഞപ്പോൾ അകലെ നിന്ന് ഒരു കാലടി ശബ്ദം കേട്ടു. അവൾ പെട്ടെന്ന് തന്നെ കണ്ണുകൾ തുടച്ച് ആരാണ് വരുന്നതെന്ന് നോക്കി. വെള്ളമുയൽ തിരിച്ചു വരികയാണ്. മോടിയായി വസ്ത്രം ധരിച്ച് ഒരു കൈയിൽ ഒരു ജോഡി വെളുത്ത കൈയുറയും മറ്റേ കൈയിൽ വലിയ വിശറിയുമായി ആരോടെങ്കിലും സഹായം ചോദിക്കാനായി നിന്ന അവൾ മുയൽ അടുത്തു വരുന്നത് കണ്ടപ്പോൾ ശബ്ദം താഴ്ത്തി പതിഞ്ഞ ശബ്ദത്തിൽ പറയാൻ തുടങ്ങി, സർ, ദയവ് ചെയ്ത്. ആലീസിനെ കണ്ടപ്പോൾ മുയൽ ഞെട്ടിവിറച്ചു. അത് വെളുത്ത കയ്യുറകളും വിശറിയും നിലത്തിട്ടിട്ട് ഇരുട്ടിലേക്ക് ഓടി മറഞ്ഞു. ആലീസ് വിശറിയും കയ്യുറകളും എടുത്തു. മുറിക്കുള്ളിൽ നല്ല ചൂടായിരുന്നതിനാൽ അവൾ വീശിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് സ്വയം സംസാരിക്കാൻ തുടങ്ങി.